അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. പ്രിയമുള്ളവരെ, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ ഹൃദയം വല്ലാതെ നൊമ്പരപ്പെട്ടു പോയ ഒരു നിമിഷം പണ്ഡിതന്മാർ അവരുടെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സീറയുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നതായി കാണാം. ഏറ്റവും കൂടുതലായി മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിതുമ്പിക്കരഞ്ഞുപോയ ജീവിതത്തിലെ അനർഘമായ നിമിഷം അവിടുത്തെ പ്രിയപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു ധീര രക്തസാക്ഷിത്വം നടന്ന ഉഹുദിന്റെ രണാങ്കണത്തിലാണ്. ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറഞ്ഞ അതിഭയാനകരമായ ആ ഒരു സിറ്റുവേഷൻ അവസ്ഥ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിനെ വല്ലാതെ അങ്ങ് നോവിച്ചിട്ടുണ്ടായിരുന്നു. വിതുമ്പി കരഞ്ഞുപോയി എന്നാണ്. അത്രത്തോളം ഹംസത്തുൽ കറാറിനെ ഇഷ്ടമായിരുന്നു റസൂലിന്. കാരണം സ്വന്തം എളാപ്പയാണ്, ഉപ്പയുടെ സഹോദരനാണ്. അതിലപ്പുറം ആ റസൂലിന്റെ ജീവിതത്തിൽ ഇത്രമേൽ ചേർന്നു നിന്ന എൻ്റെ മുഹമ്മദിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനുണ്ട് എന്ന് പറഞ്ഞ് മുമ്പിൽ നിന്നിരുന്നു ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെയാണ് ശരീരം ഇഞ്ചിഞ്ചായി പിളർന്നുകൊണ്ട് അവിടുത്തെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും അടർത്തിയെടുത്തുകൊണ്ട് ശത്രുക്കൾ അമ്മാനമാടിയപ്പോൾ അവസാനം ആ വികൃതമായ ശരീരത്തിന്റെ ഭാഗങ്ങളെ കാണുമ്പോൾ വിതുമ്പിക്കൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യസനത്തോടുകൂടി ഇരിക്കുന്നത് സഹാബികൾ കാണുകയാണ്. ജീവിതത്തിൽ ഇത്രമേൽ ഹബീബിനെ വിഷമിപ്പിച്ച ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്നാണ്. കാരണം ഹംസ റളിയല്ലാഹു അൻഹു അങ്ങനെ ആയിരുന്നു റസൂലിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ജീവിതം ദാറുൽ അർഖമിന്റെ അകത്ത് നിന്ന് തുടങ്ങുകയാണല്ലോ. ആ ദാറുൽ അർഖമിന്റെ അകത്ത് നിന്ന് പരിശുദ്ധ ദീനിന്റെ സുന്ദര പ്രഭയെ ലോകത്തിന്റെ മുന്നിലേക്ക് കാണിച്ചു കൊടുക്കുന്നതിന്റെ തുടക്ക നിമിഷങ്ങളിൽ ഹബീബിന്റെ കൂടെ ഉണ്ടായിരുന്നു ഹംസ റളിയല്ലാഹു അൻഹു. ഒരു ബോഡി ഗാർഡായി, ഒരു സംരക്ഷകനായി എൻ്റെ മുഹമ്മദിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടങ്ങാത്ത പരിചരണവുമായി ഞാൻ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കാൻ ഹംസ റളിയല്ലാഹു അൻഹു സാധിച്ചിരുന്നു. അത്രത്തോളം മഹബത്തായിരുന്നു. സയ്യിദു ശുഹദാ എന്നാണ് ഹംസ റളിയല്ലാഹു അൻഹുവിന് ലഭിച്ച വിശേഷണം. രക്തസാക്ഷികളുടെ നേതാവാണ്. നാളെ സ്വർഗീയ ആരാമത്തിൽ ആർത്തുല്ലസിക്കുന്ന ശുഹദാക്കളുടെ നേതാവായി ഹംസ റളിയല്ലാഹു അൻഹു ഉണ്ടാവും. ആ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വിയോഗത്തെ, രക്തസാക്ഷിത്വത്തെ ഉഹുദിന്റെ രണാങ്കണത്തിൽ വിതുമ്പിക്കരഞ്ഞുകൊണ്ടാണ് റസൂൽ സ്വീകരിച്ചത്. അത്രമേൽ ഹബീബിന് വിഷമമുണ്ടായിട്ടുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹംസ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം നമ്മളെയും സ്വർഗീയ ലോകത്ത് എത്തിച്ചു തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.